നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെൻറ് LP സ്കൂൾ പുൽവെട്ടയിലാണ്. നമ്മുടെ പ്രോഡക്റ്റ് ഏകദേശം 6-7 മാസത്തോളമായിട്ട് സ്കൂളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമുള്ള അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് ചോദിക്കാം. നമ്മുടെ കൂടെ സ്കൂളിൻ്റെ HM ആയ സൂസമ്മ കുര്യൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. നമസ്കാരം മിസ്റ്റർ. ഓക്കെ, ഇപ്പോൾ എത്ര ആയിട്ടുണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോൾ ഒരു 6 മാസത്തോളമായി ഇവിടെ സ്ഥാപിച്ചിട്ട്. ഏതെങ്കിലും ടിന്ന് നിറഞ്ഞിട്ടുണ്ടോ? ഒരു ടിന്ന് നിറഞ്ഞ് അത് വളമായിട്ട് തന്നെ തീർന്നിട്ടുണ്ട്. പിന്നെ 2-3 ടിന്നുകളിലായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ തരത്തിലുള്ള വേസ്റ്റ് ആണ് ഇപ്പോൾ ആസ് എ സ്കൂൾ എന്നുള്ള നിലയ്ക്ക് കുട്ടികളുടെ ഭക്ഷണത്തിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ? ഭക്ഷണത്തിന്റെ വേസ്റ്റും കുറെയെല്ലാം ഇടാറുണ്ട്. പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റുകളാണ് ക്ലീൻ ചെയ്തിട്ടുള്ള, അങ്ങനെ അതൊക്കെയാണ് അധികം ഇടാറ് അതിനകത്ത്. പിന്നെ കരിയിലയൊക്കെ ഇടും, അതും വേറെ ടിന്നില്ല. എന്തായാലും വളരെ ഉപകാരമാണ് ഞങ്ങൾക്കത്. മുട്ടത്തോട് അങ്ങനെ ഒരു അടുക്കളയിൽ വരുന്ന എല്ലാ ഭക്ഷണത്തിന്റെ വേസ്റ്റുകളും പച്ചക്കറിയുടെ വേസ്റ്റും എല്ലാം അതിലിടാറുണ്ട്. ഇത് കിട്ടുന്നതിന് മുമ്പ് വേസ്റ്റ് എങ്ങനെയായിരുന്നു? കിട്ടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം മുട്ടത്തോടായിരുന്നു ഏറ്റവും പ്രശ്നമായിട്ട് നിന്നത്. അത് പിന്നെ ചെടികളുടെ ചുവട്ടിലൊക്കെ കൊണ്ട് കുഴിച്ചിടും, പക്ഷെ അത് അങ്ങനെ തന്നെ കിടക്കും അരിയാതെ. മുട്ടത്തോട് 500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പോൾ അത്രയും മുട്ട ഓരോ ആഴ്ചയും വരും. മുട്ട കറി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടിയാൽ പിന്നെ വളരെ ഉപകാരമായി. എല്ലാ സാധനവും അവിടെ അതിലിടാം. അതൊരു ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഉപകാരമായി. മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും നല്ലൊരു പദ്ധതിയായിട്ട് ഞങ്ങൾക്കത് തോന്നിയിട്ടുണ്ട്. നല്ല ഉപകാരമായിട്ടാണ്. ഇത് ഇപ്പോൾ കാളികാവ് ബ്ലോക്കിൽ നിന്നാണല്ലോ കിട്ടിയിട്ടുള്ളത്. ആരെങ്കിലും സജസ്റ്റ് ചെയ്തതാണോ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെന്നുള്ള രീതിയിൽ സജഷൻ കിട്ടിയിട്ടാണോ? അതങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. എന്തായാലും കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ നിന്നും കൊടുക്കുന്നുണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷേ കാളികാവ് ബ്ലോക്കിൻ്റെ കീഴിൽ എല്ലാ സ്കൂളുകളിലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. എന്തായാലും വളരെ ഉപകാരമാണത് കിട്ടിയത്. ഓക്കെ മാം, ഇപ്പോൾ ഇത് കിട്ടിയതിന് ശേഷമുള്ള എക്സ്പീരിയൻസ്, മുമ്പ് ഇപ്പോൾ വേസ്റ്റ് ഇട്ടത് പറഞ്ഞല്ലോ, മുമ്പ് വേസ്റ്റ് ഇട്ടത് എങ്ങനെയായിരുന്നു? കിട്ടിയതിന് ശേഷം സ്കൂളെന്ന നിലയ്ക്ക് വേസ്റ്റ് കുറേ വരുമ്പോഴും നമുക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് കിട്ടിയതിന് ശേഷം നന്നായിട്ട് ഹെൽപ്പായിട്ടുണ്ട് ഞങ്ങൾക്ക്. പിന്നെ പച്ചക്കറിയും പൂന്തോട്ടവും ഒക്കെ ഈ സ്കൂളിലുണ്ട്. അപ്പോൾ അതിലേക്ക് അത് ഉപയോഗിക്കാം. ഞങ്ങളത് വളമൊക്കെ വില കൊടുത്ത് വാങ്ങുവാണ്. പക്ഷേ ഇത് ഇനിയിപ്പം വളമായി തുടങ്ങി. ഒരു ബോക്സ് പൊട്ടിച്ചപ്പോൾ അതിൽ നല്ല വളപ്പൊടിയായിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം അതിലേക്ക് ഉപയോഗപ്പെടുത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത്രയും സ്ഥലവും കൂടെ ഉള്ളതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നതിന് മുമ്പ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം സക്സസ് ആവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഇതിനു മുമ്പ് ഞങ്ങൾ പല പദ്ധതികളും നോക്കിയിരുന്നു. അതൊന്നും അത്ര വിജയിച്ചില്ല, പുഴുവൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ ഇത് കിട്ടിയപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ല. നല്ല ഒരു യൂസ്ഫുള്ളായിട്ട് അത് പോകുന്നു. എന്തായാലും ബിനോക്കുലറൊക്കെ ഇടുന്നത് കൊണ്ടായിരിക്കാം വളമായിട്ട് തന്നെ അത് കിട്ടുന്നുണ്ട്. പിന്നെ മുട്ടത്തോടൊക്കെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട്. ഞങ്ങൾക്ക് മുട്ടത്തോടായിരുന്നു. കാരണം 500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അത്രയും ഒരാഴ്ചയിൽ 500 മുട്ട വരും. അപ്പോൾ ആ മുട്ടത്തോട് എവിടെ നിക്ഷേപിക്കും, അത് എങ്ങനെ സംസ്കരിക്കും എന്നുള്ള ഇതിലായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളെ അലട്ടിയിരുന്ന വലിയ പ്രശ്നം. ബാക്കി പ്രശ്നമില്ല, പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ പിന്നെ വീട്ടുകാർ കൊണ്ടുപോകും കഞ്ഞിവെള്ളമൊക്കെ ആയിട്ട്. മുട്ടത്തോടായിരുന്നു ഞങ്ങൾക്ക് വലിയ പ്രശ്നം. അത് ഈ ചെടികളുടെ ചുവട്ടിലൊക്കെ കുഴിച്ചിടുകയൊക്കെ ആയിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, അത് അങ്ങനെ കിടക്കും. ഇത് കിട്ടിയ പിന്നെ അതിനുള്ളിലിട്ട് അത് ഇപ്പം തുറന്നു നോക്കിയപ്പോൾ നല്ല വളമായിട്ട് വളപ്പൊടിയായിട്ട് തന്നെ അത്. ഇത് ഈ പൂന്തോട്ടമൊക്കെ ഉള്ളതുകൊണ്ട് അതിലെല്ലാം ഞങ്ങൾക്ക് ഇടുകയും ചെയ്യാം. അതുപോലെ പച്ചക്കറിയുണ്ട് മുകളിലായിട്ട്. അപ്പോൾ അതിനൊക്കെ അത് ഉപയോഗിക്കുകയും ചെയ്യാം. എന്തായാലും നല്ല ഉപകാരമാണത്. ഇപ്പോൾ നമുക്ക് വീടുകളിലായാലും എങ്ങനെയും നമുക്ക് കിച്ചൺ വേസ്റ്റ് വരും. ആസ് എ സ്കൂൾ നിലയ്ക്ക് അതിന് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ഇത് ഉപയോഗിച്ച് സക്സസ് ആയ സ്ഥിതിക്ക് മറ്റുള്ള സ്കൂളുകളിലെ ഉപയോഗിക്കാത്ത സ്കൂളുകളിലും അംഗനവാടി പോലെയൊക്കെ ടീച്ചർക്ക് എന്താണ് ഒരു സജഷൻ കൊടുക്കാനുള്ളത്? പിന്നെ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വീടുകളെ പോലെ അല്ല, നല്ലപോലെ വേസ്റ്റ് വരും ഭക്ഷണത്തിൻ്റെ അതുപോലെ പച്ചക്കറികളുടെ ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ടിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് കൂടെ ടീച്ചർ ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് താങ്ക് യു. ഓക്കെ.